അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون والذين هم على صلاتهم يحافظون ഉലൈക ഫീ ജന്നാത്തിൻ മുക്രമൂൻ. സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, സർവശക്തനും സർവലോക നിയന്താവും നമ്മെക്കാളും നമ്മളെ ഓരോരുത്തരെ കുറിച്ചും അറിയുന്ന സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്ക് വഴിപ്പെട്ടുകൊണ്ടും ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നാം 100% സത്യമെന്ന് വിശ്വസിക്കുന്ന, ബസീറത്തോടുകൂടെ ഉൾക്കാഴ്ചയോടുകൂടെ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന വഴി സത്യമാണെന്ന് ആരുടെ മുന്നിലും പറയുവാൻ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ സാധ്യമാകുന്ന ഒരു മാർഗത്തിലാണ് നമ്മൾ ഉള്ളത്. അതുകൊണ്ടാണ് ഈ പരിപാടിയുടെ ബാനറിനോടൊപ്പം മുഖാമുഖം എന്ന് ചേർത്തിട്ടുള്ളത്. ആളുകൾക്ക് പൊതുവായി സംഘടിപ്പിക്കപ്പെടുന്ന സദസ്സിൽ ഈ മഹത്തായ ഇസ്ലാമിക ആദർശങ്ങളെക്കുറിച്ച് ആശയക്കുഴപ്പങ്ങളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പരസ്യമായി ചോദിക്കുവാനും ചോദിച്ച കാര്യങ്ങൾക്ക് വളരെ കൃത്യതയോടുകൂടെ മറുപടി പറയുവാനും നമുക്ക് കഴിയും എന്നുള്ളത് നമ്മുടെ അറിവിൻ്റെ അപാരത കൊണ്ടോ ഇസ്ലാമിലെ ഏത് വിഷയങ്ങളെക്കുറിച്ചും ചോദിച്ചാൽ പറയാൻ മാത്രം വിവരമുള്ളത് കൊണ്ടോ അല്ല. മറിച്ച് നമ്മൾ എന്തൊന്ന് വിശ്വസിക്കുന്നുവോ അത് ശരിയാണെന്ന കാര്യത്തിൽ ലവലേശം നമുക്ക് സംശയമില്ല എന്ന ആത്മധൈര്യമാണ് ഇത്തരം മുഖാമുഖങ്ങൾ പൊതു സദസ്സുകളിൽ വെക്കുവാനുള്ള നമ്മുടെ ആത്മവിശ്വാസം. ആ രൂപത്തിൽ ഈ നാട്ടിലുള്ള ആളുകളുടെ ആദർശപരമായ സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുവാനും സത്യത്തിൻ്റെയും സന്മാർഗത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും പാതയിലേക്ക് ആളുകളെ എത്തിക്കുവാനുമുള്ള ഈ എളിയ പരിശ്രമങ്ങളിൽ അള്ളാഹു നമുക്ക് വിജയം പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, വളരെ അർത്ഥസമ്പുഷ്ടമായ ആശയഗാംഭീര്യമുള്ള ഒരു വിഷയാവതരണം വളരെ ഗുണകാംക്ഷയോടുകൂടെ നമ്മുടെ വിശ്വാസത്തിൻ്റെയും നമ്മുടെ ആദർശത്തിൻ്റെയും സുതാര്യത ആളുകൾക്ക് വ്യക്തമാക്കി കൊടുക്കുന്ന രൂപത്തിൽ ഇവിടെ സഹോദരൻ അബ്ദുൽ മാലിക് സലഫി ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ഇനി എൻ്റെ സംസാരത്തിനു ശേഷം നമ്മുടെ ഫൈസൽ മൗലവി സംസാരിക്കുകയും ആളുകളുടെ സംശയങ്ങൾക്ക് നിവാരണം നടത്തുകയും ചെയ്യുന്ന പരിപാടി വരാൻ പോവുകയും ചെയ്യുന്നു. ഇതിനിടയ്ക്ക് ഞാനും നിങ്ങളും മുഖാമുഖം തിരിഞ്ഞിരുന്നു കൊണ്ട്
ഇത്തരമൊരു ദീനി മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ ആളുകൾ എന്ന നിലക്ക് ചില കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ സമയത്തിൽ ഒന്ന് മനസ്സുകൊണ്ട് പങ്കിടുക എന്നത് മാത്രമാണ് ഈ എളിയ വാക്കുകളെ കൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടായിരിക്കും, നമ്മുടെ പീസ് റേഡിയോ 1.5 ലക്ഷത്തിലധികം ആളുകൾ ഡൗൺലോഡ് ചെയ്യുകയും അതേപോലെ തന്നെ 10,000-കണക്കിന് ആളുകൾ ദിവസവും കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വളരെ വിശദമായി ഇസ്ലാമിക വിജ്ഞാനങ്ങളെ പഠിക്കുവാനുള്ള ഒരു വഴിയാണ്. അത് കേൾക്കുന്ന ശ്രോതാക്കളിൽ നിന്നും സാധാരണക്കാരിൽ നിന്നും നിരവധി ചോദ്യങ്ങൾ നമുക്ക് നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലെ ചില ചോദ്യങ്ങളെല്ലാം ചിലപ്പോഴെല്ലാം അതിലെ ചോദ്യോത്തരങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഞങ്ങളെപ്പോലെയുള്ള ആളുകളെ ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരു 27 വയസ്സ് പ്രായമായ ഒരു സഹോദരിയുടെ ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഇത്തരമൊരു ദൗത്യവുമായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ആ സഹോദരി ചോദിക്കുന്ന ചോദ്യം, 27 വയസ്സ് പ്രായമാണ്, ഒരു കുട്ടിയുണ്ട്, ഭർത്താവ് അടുത്ത കാലത്ത് ഒരു അപകടത്തിൽ മരണപ്പെട്ടു പോയ ഒരു വിധവയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എന്നെ എൻ്റെ വീട്ടുകാർ വല്ലാതെ വിവാഹത്തിന് വേണ്ടി, ഒരു പുനർവിവാഹത്തിന് വേണ്ടി നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവർ പറയുന്നത്, ഇത്തരം ചെറുപ്പത്തിൽ തന്നെ ഒരനാഥത്വം നിനക്കുണ്ടാവാൻ പാടില്ല, ജീവിതത്തിൽ ഇനിയും നിനക്ക് കുറേ കാലങ്ങൾ ബാക്കിയുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ആ ബാക്കിയുള്ള കാലഘട്ടങ്ങളിൽ ഒറ്റപ്പെട്ടു പോവാതിരിക്കാൻ ഒരു വിവാഹത്തിന് നീ തയ്യാറാവണമെന്നാണ്. പക്ഷെ ഒരു പുനർവിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല. അതിനവൾ പറയുന്ന കാരണം, മരണപ്പെട്ടു കഴിഞ്ഞാൽ നാളെ സ്വർഗത്തിൽ ഏതായിരുന്നോ അവസാനമായി തൻ്റെ കൂടെ ജീവിച്ച ഭർത്താവ്, ആ ഭർത്താവിൻ്റെ കൂടെ ആയിരിക്കും സ്വർഗത്തിൽ ഉണ്ടായിരിക്കുക എന്ന് പറയുമ്പോൾ എന്നെ സ്നേഹിക്കുകയും വളരെ സന്തോഷകരമായി ജീവിക്കുകയും ചെയ്ത മരണപ്പെട്ടു പോയ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ സ്വർഗത്തിലാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നബി സ്വല്ലല്ലാഹു ഈ ഒരു വചനപ്രകാരം എനിക്ക് ഇനി ഒരു വിവാഹം നടത്തിയാൽ എനിക്ക് മരണപ്പെട്ടു പോയ എൻ്റെ ആദ്യ ഭർത്താവിൻ്റെ കൂടെ സ്വർഗത്തിൽ വരാൻ പറ്റുമോ എന്നതാണ് ആ സഹോദരിയുടെ ചോദ്യം. സഹോദരങ്ങളെ, ചോദ്യത്തിൻ്റെ ഉത്തരം ഈ മഹാസദസ്സിൽ വിശദീകരിക്കാനല്ല ഞാൻ ഈ ചോദ്യം പറഞ്ഞത്. ഈ ബഹളങ്ങൾക്കിടയിൽ, തിരക്കുകൾക്കിടയിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു യാഥാർത്ഥ്യത്തെ മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഈ ചോദ്യം, ഈ സഹോദരിയുടെ ചോദ്യം ഞാൻ ഇവിടെ ഉന്നയിച്ചത്. ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, 2 ലോകങ്ങൾ അവളുടെ മനസ്സിലുണ്ട്. ഒരു ലോകം ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ലോകമാണ്. ആ ലോകത്ത് സുരക്ഷിതം, തൻ്റെ കൺമുമ്പിൽ നിൽക്കുന്ന ഈ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വവും സന്തോഷവും യഥാർത്ഥത്തിൽ ഒരു ഭർത്താവിൻ്റെ കൂടെയാണെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അപ്പോൾ താൻ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ, തൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്ന ഈ ലോകത്ത് തൻ്റെ അനാഥത്വം ഇല്ലാതാക്കാൻ ഒരു വിവാഹം വേണമെന്നത് അവളെ സംബന്ധിച്ചിടത്തോളം അറിയാത്ത കാര്യമല്ല. എന്നാൽ ഈ ലോകത്ത് ജീവിക്കുന്നത് പോലെ തന്നെ അവൾ യാഥാർത്ഥ്യബോധത്തോടെ സ്വർഗത്തെ കാണുന്നു എന്നതാണ് നമ്മളെ ചിന്തിപ്പിക്കേണ്ട കാര്യം. നാളെ സ്വർഗത്തിലും ഈ ലോകത്ത് ജീവിക്കുന്ന പോലെ ഒരു ജീവിതമുണ്ടെന്നും അവിടെ താൻ അവസാനമായി കണ്ട് കണ്ണടച്ച് താടികെട്ടി യാത്രയാക്കിയ തൻ്റെ ഭർത്താവ് അവിടെ നിന്നും പൂർണ്ണമായ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നും അവിടെ അദ്ദേഹത്തോടൊപ്പം ഞാൻ എത്തിച്ചേരുമെന്നുള്ള യാഥാർത്ഥ്യ ബോധം, സുഹൃത്തുക്കളെ, അതാണ് നമ്മുടെ ഈ ഇസ്ലാമിക ജീവിതത്തിന്റെ കാതൽ. റേഡിയോയിലൂടെയും ഖുതുബകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും ഇസ്ലാമിനെ കേട്ട നമ്മുടെ കൂട്ടത്തിലെ നിരവധി സാധാരണക്കാർ ഇത്തരം സദസ്സുകളിൽ വന്നിരിക്കുന്നതും ഇത്തരം കൂട്ടായ്മകളുടെ ഭാഗമാകുന്നതിൻ്റെയും അടിസ്ഥാനപരമായ ലക്ഷ്യം ആ സ്വർഗം നേടുക എന്നതാണ്. ഇനി അവശേഷിക്കുന്ന ജീവിതകാലം അത്രയും ഭർത്താവില്ലാതെ വിധവയായി ഒറ്റപ്പെട്ട് ജീവിച്ചാലും നാളെ സ്വർഗത്തിൽ മരണപ്പെട്ടു പോയ ഭർത്താവ് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നാളിൽ അയാളോടൊപ്പം ഒരു ദാമ്പത്യം തുടരാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ മനസ്സിന്റെ വിശ്വാസവും
സ്വർഗത്തെക്കുറിച്ചുള്ള ബോധ്യവും യാഥാർത്ഥ്യബോധവും എത്രമേൽ ശക്തമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ. സൂറത്തുർ റഹ്മാൻ വിശുദ്ധ ഖുർആനിലെ മനോഹരമായി നമ്മൾ പാരായണം ചെയ്യുന്ന ഒരു അധ്യായമാണ്. ആ അധ്യായത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. മനോഹരമായ ഒരു വചനം അതിൽ ആവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യരെ, ജിന്നുകളെ, നിങ്ങളുടെ രക്ഷിതാവിന്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് എന്ന്. സുഹൃത്തുക്കളെ, രണ്ട് അനുഗ്രഹങ്ങളെ ഒരേപോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണത്. ഒന്ന്, ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും കൺമുന്നിൽ ആസ്വദിച്ചും അനുഭവിച്ചും കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച്. വൽ അർള വലഅഹാ ലിൽ അനാം ഫീഹാ ഫാകിഹത്തുൻ വൻ നഖ്ലു ദാത്തുൽ അക്മാം വൽ ഹബ്ബുൽ അസ്വി വർ റൈഹാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഈ ഭൂമിയെ കുറിച്ച് പറഞ്ഞത്. ഈ ഭൂമിയും അതിൽ അള്ളാഹു ഏർപ്പെടുത്തിയ സംവിധാനങ്ങളും പഴങ്ങളും ഈന്തപ്പനകളും കുറിച്ചാണ് ഈ പറഞ്ഞത്. അതേപോലെ തന്നെയാണ് തൊട്ടടുത്ത് നമ്മൾ വായിച്ചു പോകുമ്പോൾ കാണുക സ്വർഗത്തിന്റെ മനോഹരമായ അവസ്ഥകളെ കുറിച്ച്, അവിടുത്തെ അരുവികളെ കുറിച്ച്, അവിടുത്തെ സ്വർഗത്തോപ്പുകളെ കുറിച്ച്, അവിടുത്തെ തരുണികളെ കുറിച്ച്, പഴങ്ങളെ കുറിച്ച് എല്ലാം വളരെ മനോഹരമായി വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ഞാനും നിങ്ങളും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിയിലെ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നത് പോലെ സ്വർഗത്തിൽ അനുഭവിക്കാൻ പോകുന്ന സുഖസൗകര്യങ്ങളെ ജിന്നുകളോ മനുഷ്യരോ സ്പർശിച്ചിട്ടില്ലാത്ത തരുണികൾ, അവിടുത്തെ പഴങ്ങളെ കുറിച്ച്, അവിടുത്തെ സൗകര്യങ്ങളെ കുറിച്ച്, അവിടുത്തെ പട്ടുകളെ കുറിച്ച്, പരവതാനികളെ കുറിച്ച്, സ്വർഗത്തിലെ പരവതാനികളുടെ നിറത്തെക്കുറിച്ച് എല്ലാം വിശുദ്ധ ഖുർആൻ, അരുവികളെ കുറിച്ച്, അവിടുത്തെ പഴങ്ങൾ അടുത്തേക്ക് വന്നു നിൽക്കുന്നതിനെ കുറിച്ച്, കടന്നും ഇരുന്നും നിന്നും പറിക്കാവുന്ന സ്വർഗത്തിന്റെ കനികളെ കുറിച്ച് ഒക്കെ പറയുമ്പോൾ ആ യാഥാർത്ഥ്യബോധം നമ്മളിൽ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ബഹളങ്ങൾക്കിടയിൽ നമ്മൾ മറന്നുപോയ ഒരു കാര്യമുണ്ട്. അത് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഈ മുഖവുര പറഞ്ഞത്. ഇത് തൽക്കാലം ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പോലെ ചില നേതാക്കന്മാരെ വാഴ്ത്തുവാനും ചില അനുയായി വൃന്ദങ്ങളുടെ ശക്തി തെളിയിക്കുവാനുമുള്ള കൂട്ടായ്മകളാണെന്ന് സത്യസന്ധമായും ചില സാധാരണക്കാർ വിശ്വസിച്ചു പോയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇതിൽ പ്രവർത്തിക്കുന്നവർക്കും പ്രസംഗിക്കുന്നവർക്കും സംഘടിപ്പിക്കുന്നവർക്കും ഇതിന്റെ സദസ്സുകളിൽ വന്നിരിക്കുന്നവർക്കുമുള്ള ഉദ്ദേശം, സുഹൃത്തുക്കളെ, എൻ്റെ സ്വർഗം നഷ്ടപ്പെടരുതേ എന്നാണ്. ഈ കൂട്ടായ്മകൾക്കിടയിൽ, ബഹളങ്ങൾക്കിടയിൽ, ചർച്ചകൾക്കിടയിൽ, വിവാദങ്ങൾക്കിടയിൽ എൻ്റെ സ്വർഗം എനിക്ക് നഷ്ടപ്പെട്ടു പോകരുത്. ഒറ്റയ്ക്ക് വരണം പരലോകത്ത്. ആ ഒറ്റയ്ക്ക് വരുന്ന ലോകത്ത് എനിക്കിത് നഷ്ടപ്പെട്ടു പോകരുതേ എന്നതാണ് സുഹൃത്തുക്കളെ ഈ സംസാരങ്ങളുടെ മുഴുവനും അടിസ്ഥാനപരമായ കാര്യം എന്ന് എൻ്റെ മഹാസദസ്സ് മറന്നു പോകരുതേ എന്ന് ഓർമ്മപ്പെടുത്തുവാനാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ കാര്യം പറയുന്നത്. ആളുകൾ വിചാരിക്കുന്നത് ഈ മുഖാമുഖങ്ങളും ഈ സംവാദങ്ങളും ഈ മറുപടി പ്രസംഗങ്ങളും വിശദീകരണങ്ങളും മാത്രമാണോ സുഹൃത്തുക്കൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന? അല്ല. അങ്ങനെയാണെങ്കിൽ പറയാമായിരുന്നു ഇതൊരു പാർട്ടി പ്രവർത്തനമാണ്, നിലനിൽപ്പിനാണ്, ഗ്രിപ്പിനാണ്, പിടിച്ചു നിൽക്കാനാണ്, ആളുകളെ കൂടെ നിർത്താനാണെന്നൊക്കെ പറയാമായിരുന്നു. അല്ല, ഒരിക്കലുമല്ല. നിങ്ങൾക്കറിയുമോ, ഞാൻ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ രാത്രി 2:30 മണിക്ക് അലാറം വെച്ചുറങ്ങുമ്പോൾ ഈ മഹത്തായ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ റേഡിയോ ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആർക്ക് വേണ്ടി സുഹൃത്തുക്കളെ? ലോകത്തെവിടെയുമുള്ള ആളുകൾക്ക് വേണ്ടി. ഒരു പിതാവ്, ഇന്ന് എൻ്റെ കൂടെ യാത്ര ചെയ്ത ഒരു പിതാവ് എന്നോട് പറയുകയുണ്ടായി, സ്വീഡനിലാണ് എൻ്റെ മകനുള്ളത്. എൻ്റെ മകൻ പറയുന്നു, 3 മാസത്തെ ഒരു പ്രത്യേക അപ്പോയിന്റ്മെന്റിന് വേണ്ടി ഞാൻ അവിടെ പോയതാണ്, ഒരു എഞ്ചിനീയർ ആയിട്ട്. പക്ഷെ ഇതുവരെ ഒരു മുസ്ലിമിനെ കണ്ടെത്താൻ എനിക്ക് പറ്റിയിട്ടില്ല. 26 കിലോമീറ്റർ അപ്പുറത്ത് ഒരു മുസ്ലിം പള്ളിയുണ്ടെന്ന് കേട്ട് ബസ് കയറി ഞാൻ അവിടെ ചെന്നപ്പോൾ അടഞ്ഞു കിടക്കുന്ന ഒരു സ്ഥാപനമാണ് കണ്ടത്. ഞാൻ എന്ത് ചെയ്യും വാപ്പ എന്ന് ഫോണിൽ ചോദിച്ചപ്പോൾ, മോനെ പീസ് റേഡിയോ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. പീസ് റേഡിയോ ഓൺ ചെയ്ത് പച്ച മലയാളത്തിൽ ആരുമില്ലാത്തൊരു നാട്ടിൽ തന്നോട് സംസാരിക്കുന്ന ഒരു അവസ്ഥ സുഹൃത്തുക്കളെ ഇന്ന് ലോകത്തുണ്ട്. നിങ്ങൾ കാണണം, നിങ്ങൾ അറിയണം. ഈ സമയത്ത് ഈ ആദർശത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി വ്യക്തമായ തെളിവുകളുടെ ഈ ആദർശങ്ങൾ പരസ്യമായി ജനങ്ങൾക്കിടയിൽ സത്യസന്ധമായി വിശദീകരിക്കുമ്പോൾ അടുത്ത സന്ദർഭങ്ങളിൽ നടക്കാനിരിക്കുന്ന കേരളത്തിലെ മുഴുവൻ മനുഷ്യരെയും കണ്ണു തുറപ്പിക്കുന്ന ഒരു വലിയ പ്രബോധന പ്രവർത്തനത്തിന് വേണ്ടി അണിയറ ഒരുക്കങ്ങളിൽ ഉറക്കമൊഴിച്ച് കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരിക്കുകയാണ് നമ്മുടെ പല സുഹൃത്തുക്കളും. നിങ്ങൾക്കറിയാം, കയ്യിൽ കിട്ടിയോ എന്ന് എനിക്കറിയില്ല,
നേർപഥം എന്ന് പറയുന്ന ഒരു വീക്കിലി നിങ്ങളുടെ കയ്യിൽ കിട്ടും. സുഹൃത്തുക്കളെ, ആനുകാലികങ്ങളെല്ലാം വായിക്കുന്നതിനിടയിൽ നല്ല ശക്തമായ ഒരു ദീനി വായനക്ക് ആഴ്ചകളിൽ തപാലിൽ 10,000-കണക്കിന് ആളുകൾക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്നതും ഇതിന്റെ അപ്പുറത്ത് നടക്കുന്നുണ്ട്. ഈ ബാനറിനും ഈ പ്രസംഗങ്ങൾക്കും പ്രഭാഷണങ്ങൾക്കും അപ്പുറം ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും സ്വർഗത്തിന്റെ നല്ല വഴികളിലൂടെ ഉത്ബോധിപ്പിച്ചു കൊണ്ടുപോകാനുള്ള എല്ലാ ശ്രമങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ സഹോദരങ്ങളോട് ഞാൻ സ്നേഹപൂർവ്വം പറയുന്നു, സുഹൃത്തുക്കളെ, ഈ പ്രവർത്തനങ്ങൾക്കൊന്നും പിന്നിൽ ഒരു നല്ല വഴിയിലൂടെ സ്വർഗത്തിലെത്തുക എന്നുള്ള താല്പര്യമല്ലാതെ മറ്റൊന്നുമില്ല. നിങ്ങളൊരു പക്ഷേ ഇവിടുത്തെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചു കാണും, നമ്മുടെ പരിപാടികൾ ശ്രദ്ധിച്ചു കാണും. ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും ദീന് കൊണ്ടുള്ള പ്രയോജനം നമ്മൾ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ദീന് കൊണ്ടുള്ള പ്രയോജനം ഇവിടുത്തെ ഒരു വിഭാഗം ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. ദീൻ അറിഞ്ഞ എന്തിനാന്ന് അവർ വിചാരിക്കുന്നത്? നിങ്ങൾ അവർക്ക് ഒരു മയ്യത്തുങ്കര കിട്ടാനും പള്ളിക്കത്ത് നിക്കാഹ് നടക്കാൻ ഒരു രജിസ്റ്റർ കിട്ടാനുമാണ്. അതുകൊണ്ട് 3 വെള്ളിയാഴ്ച തുടർച്ചയായി ജുമാക്ക് പോയില്ലെങ്കിൽ പിന്നെ പള്ളിക്കന്ന് പുറത്താക്കുന്നു. അതിനാ ജുമാക്ക് പോണത്. സുഹൃത്തുക്കളെ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രേ ഉള്ളൂ. പള്ളിക്ക് തൊടുവിൽ 6 അടി മണ്ണ്, നിക്കാഹ് നടത്താൻ മുക്രിമല്ല ഒരു പുസ്തകവുമായി വരിക. അതാണോ നമ്മുടെ ദീന്? സുഹൃത്തുക്കളെ, അതിനാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതല്ലെങ്കിൽ വാഴ്ത്തപ്പെടുന്ന ഒരു നേതാവ് വരുമ്പോൾ തക്ബീർ ചൊല്ലാൻ എഴുന്നേറ്റ് നിൽക്കുക, അയാളെ ആദരിച്ചും ബഹുമാനിച്ചും ഞാൻ നിന്റെ കൂടെയാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഒരു പാവപ്പെട്ട അനുയായിയായി, ഭക്തനായി ആ അനുയായി ജീവിക്കുന്നതിനുള്ള ആത്മസംതൃപ്തിയിൽ ജീവിക്കുക. സുഹൃത്തുക്കളെ, എന്റെയും നിങ്ങളുടെയും മനസ്സൊന്നും അവിടെയല്ല. നമുക്ക് ആകാശ ലോകത്തും അള്ളാഹു ഇറക്കി തന്നൊരു സത്യമുണ്ട്. അതതുപോലെ ജീവിതത്തിൽ പകർത്തി പിഴവ് പറ്റാത്തൊരു മുസ്ലിമായി നമുക്ക് ജീവിച്ചു പോകണം. എന്തെങ്കിലുമൊക്കെ കുറച്ച് ചെയ്തു പോയാൽ മതി, എങ്കിൽ സുഹൃത്തുക്കൾ പോയാൽ മതി. എങ്ങനെയെങ്കിലുമൊക്കെ നിസ്കരിച്ച്, എങ്ങനെയെങ്കിലുമൊക്കെ നോമ്പ് നോറ്റ്, എന്തെങ്കിലുമൊക്കെ കേട്ടാൻ പോയാൽ മതി. അങ്ങനെ മതിയോ സുഹൃത്തുക്കളെ? ഇസ്ലാമിനെ മനസ്സിലാക്കിയോടത്തോളം നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആയത്താണ് ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്കാണ് നാശം. എന്തിനാ പറഞ്ഞത്? നിസ്കരിക്കാത്തവർക്ക് ആ ശിക്ഷ കിട്ടുമോ സുഹൃത്തുക്കളെ? ആ പറഞ്ഞ നാശം ആർക്ക് മാത്രം ബാധകമാണ്? നിസ്കരിക്കുന്നവർക്കാണ്. നിസ്കരിക്കുന്നവർ നിസ്കാരത്തിന്റെ മഹത്വം ശ്രദ്ധിക്കാത്ത, അശ്രദ്ധരായി നിസ്കരിക്കുന്ന ആളുകൾക്ക്. ഇപ്പൊ നിസ്കരിച്ചാൽ മതിയോ? ഇത് ഞാൻ മുസ്ലിം അല്ലേ, കുറെ പരിപാടി ഞാൻ കൊണ്ടെടുക്കണില്ലേ, കൊണ്ടെടുന്നതിനാത്രല്ലോ ഒക്കെ കിട്ടൂലേ എന്നാ ചോദിക്കണേ സുഹൃത്തുക്കളെ. അങ്ങനെ കിട്ടിയ പോരാ. ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ സുഹൃത്തുക്കളെ ചേലാകർമ്മം ചെയ്യാതെ ജനിച്ചില്ലേ? ഈ ഭൂമിയിൽ ഒരു ചെറിയ നൂല് പോലും ഇല്ലാതെ ഉമ്മയുടെ വയറ്റിൽ നിന്നും പൂർണ്ണ നഗ്നനായി ജനിച്ചില്ലേ നമ്മൾ? അതുപോലെ ഒരു ജനനം ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും ജനിക്കും. ആണും പെണ്ണും വസ്ത്രമില്ലാതെ, ചേലാകർമ്മം ചെയ്യപ്പെടാതെ, കാലിൽ തേഞ്ഞ ചെരുപ്പില്ലാതെ ഒരു ജന്മം കൂടെ എനിക്കും നിങ്ങൾക്കും ജനിക്കാനുണ്ട്. ഇത് സത്യമാണ്. അവിടെ എന്തു ചെയ്യും? അവിടെ തെറ്റുപറ്റാത്തൊരു വിശ്വാസവും അള്ളാഹുവും റസൂലും പഠിപ്പിച്ചു തന്ന ശുദ്ധമായ ഒരു ഇസ്ലാമിലൂടെ മാത്രമേ അവിടെ എഴുന്നേറ്റ് നിൽക്കാനും രക്ഷപ്പെടാനും സാധ്യമാവുകയുള്ളൂ. റബ്ബനാ അമത്തനാ സ്നതൈൻ വഅഹ്യൈതനാ സ്നതൈൻ. അവിടെ വെച്ച് പറയും, റബ്ബേ 2 പ്രാവശ്യം ഞങ്ങളെ മരിപ്പിച്ചു, 2 പ്രാവശ്യം ഞങ്ങളെ ജീവിപ്പിച്ചു. ഏതാ സുഹൃത്തുക്കളെ 2 മരണം? ഒരു മരണം എന്റെതും നിങ്ങളതും കഴിഞ്ഞു. ഉമ്മയുടെ വയറ്റിൽ ആത്മാവ് എത്തുന്നതിന് മുമ്പ് ആത്മാവില്ലാത്ത ജഡങ്ങളായിരുന്നു നമ്മൾ. അവിടേക്ക് ആത്മാവ് വന്ന് ഇളകാൻ തുടങ്ങി. ഒരു മരണവും ഒരു ജനനവും കഴിഞ്ഞു. ഇനി ഒരു മരണമുണ്ട്. ഈ റോട്ടിൽ എവിടെയെങ്കിലും വെച്ച്, അല്ലെങ്കിൽ കളിക്കളത്തിൽ വെച്ച്, അതല്ലെങ്കിൽ സുഹൃത്തുക്കളെ ഹോസ്പിറ്റലിന്റെ ICUവിൽ വെച്ച്, അതുമല്ലെങ്കിൽ ഭാര്യയുടെ മടിയിൽ തല വെച്ച് എവിടെയെങ്കിലും പിടഞ്ഞു വീഴും ഞാനും നിങ്ങളും. 2ാമത്തെ മരണം. ഒരു ജനനം കൂടെയുണ്ട്. ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരായി, സ്വന്തം തൊലിയിലെ ഒരു പാട് പോലും ബാക്കിയാകാത്തവരായി, പുതിയ തൊലിയോടെ നഗ്നരായിക്കൊണ്ട്, അതേപോലെ തന്നെ കാലിൽ ചെരുപ്പില്ലാത്തവരായിക്കൊണ്ട് നാളെ വരും എന്ന് പറയുന്നുണ്ട് ആ ജനനം. ആ ജനനത്തിൽ രക്ഷപ്പെടണം. അതിന് എന്ത് വേണം സുഹൃത്തുക്കളെ? നമ്മുടെ വിശ്വാസം ശരിയാവണം, നമ്മുടെ കർമ്മങ്ങൾ ശരിയാവണം, നമ്മൾ മനസ്സിലാക്കിയത് സത്യമായതായിരിക്കണം. അല്ലെങ്കിൽ അവിടെ എടുക്കൂല. ഹൽ അതാക ഹദീതുൽ ഗാശിയ വുജൂഹുൻ യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹമിയ തുസ്കാ മിൻ ഐനിൻ ആനിയ. ആ പരലോകം വരുമ്പോഴുള്ള ബേജാറിനെ കുറിച്ചാണ് പറയുന്നത്. ആ മൂടുന്ന വർത്തമാനം ഈ പ്രപഞ്ചത്തെ മുഴുവനും ബാധിക്കുന്ന
ആ മഹാദുരന്തം വരുന്നതിനെ കുറിച്ച് നിനക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ചോദിക്കണം, അല്ല അതിന്റെ വർത്തമാനം നിനക്ക് വന്നു കിട്ടിയിട്ടുണ്ടോ? എന്നിട്ട് എന്താ സുഹൃത്തുക്കളെ ബാക്കി? ചില മുഖങ്ങൾ പേടിച്ച് താഴ്മ കാണിക്കുന്നവരായിരിക്കും. അമിലത്തുൻ പ്രവർത്തിച്ചവയാണ്, നാസിബത്തുൻ ക്ഷീണിച്ചവയാണ്. ക്ഷീണിച്ച് പ്രവർത്തിച്ചിട്ട് എവിടേക്കാ പോകുന്നത് സുഹൃത്തുക്കളെ? തസ്ലാ നാറൻ ഹമിയ തുസ്കാ മിൻ ഐനിൻ ആനിയ, നരകത്തിലേക്കാണ് പോകുന്നത് സുഹൃത്തുക്കളെ. ആളുകൾ ചോദിക്കുന്നു, മുജാഹിദുകൾ ചോദിക്കുന്നു, എന്തിനാ അങ്ങനെ തർക്കിക്കുന്നത്? എന്തിനാ ആദർശങ്ങൾ പരസ്പരം മറുപടി പറയുന്നത്? എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും വിശദീകരിക്കുന്നത്? ഓരോരുത്തർക്കും അവനവന്റെ അനുസരിച്ച് വിശ്വസിച്ച് ജീവിച്ചാൽ പോരെ എന്ന്. സുഹൃത്തുക്കളെ, ആ ചോദ്യം ഒരു മുജാഹിദിന്റെ മനസ്സിന്ന് വരുമോ? ഒരു മുജാഹിദിന്റെ മനസ്സിന്ന് വരുമോ? എങ്ങനെ വരാനാ സുഹൃത്തുക്കളെ? ഈ കാലം വരെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ എതിരാളികൾ ചോദിച്ച ചോദ്യം എന്തേ ഇന്ന് മുജാഹിദുകൾ ചോദിക്കാൻ ആത്മാർത്ഥമായി ചോദിക്കുകയാണ്. ആൾക്കാർ ചോദിച്ചു, അങ്ങാടി നമ്മളെ മറുപടി പ്രശ്നം കഴിഞ്ഞ് പോകുമ്പോൾ ആൾക്കാർ ചോദിച്ചു, എന്തിനാ സുഹൃത്തുക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണത്? അന്ന് നമ്മൾ പറഞ്ഞു, ഇത് സത്യം പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ആളുകൾ പിഴച്ചു പോകും, നരകത്തി പോകും എന്ന് പറഞ്ഞു കൊടുത്തു. ഇന്നെന്തേ സുഹൃത്തുക്കളെ? അത് പറയേണ്ട ഒരു ഘട്ടത്തിൽ അത് വിശദീകരിച്ചു കൊടുക്കുക. അതിന് ആരും പേര് പറയണില്ല, ആരും ചീത്ത വിളിക്കണില്ല സുഹൃത്തുക്കളെ. ഇസ്ലാമിന്റെ സുന്ദരമായ ആദർശങ്ങളെ തെളിവ് വെച്ച് വിശദീകരിക്കുകയാണ്. എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ ഇതിനേക്കാളും അധികം ആളുകളെ കൂട്ടി അത് വിശദീകരിക്കാൻ ആർക്കും അവകാശമുണ്ടല്ലോ. അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യമാണ്. ഇന്നും നമ്മുടെ കൂട്ടത്തിലെ സാധാരണക്കാരൻ വാട്സപ്പിലൂടെ സംവാദങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, മറുപടി പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ ഗ്രൂപ്പിൽ ഇങ്ങനെ നോക്കി നിൽക്കണോ പറയുന്നുണ്ട്, എന്താണ് നിങ്ങൾ അങ്ങോട്ട് തർക്കിച്ച് നിൽക്കണേ, തർക്കല്ലാത്ത എന്തൊക്കെ പറയാണ്ടെന്ന് അപ്പുറത്തുള്ളവൻ വോയിസ് ഇടുന്നുണ്ട്. പക്ഷെ അവിടെ ആദർശധീരരായ മുജാഹിദുകൾ അവിടെ ആദർശം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സുഹൃത്തുക്കളെ, ശാന്തമായി നിങ്ങളൊന്ന് കേട്ടു നോക്ക്, ഇവിടെ ശാന്തമായി ഒന്ന് കേട്ടു നോക്ക്. ഇതിൽ ദീനിയായ ഒരു ഗൗരവമുണ്ടോ എന്ന് ചിന്തിച്ചു നോക്ക്. എന്തായിരുന്നാലും ഈ ഉള്ളവനെ പോലെയുള്ള അടക്കമുള്ള ആളുകളെ സുഹൃത്തുക്കളെ, മഹത്തായ ഒരു മുജാഹിദ് പ്രസ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോന്നവരല്ല ഞങ്ങൾ, ഇറങ്ങിപ്പോന്നവരല്ല. പേര് വെച്ച് ലെറ്റർ പേഡിൽ കത്ത് തന്ന് ഇറക്കി വിട്ടവരാണ് ഞങ്ങൾ. പക്ഷെ ഞങ്ങളെ ഇറക്കി വിടണമെങ്കിൽ എന്ത് വേണമെന്നൊരു സുഹൃത്തുക്കളെ, ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ ആദരിക്കുന്ന, ഞങ്ങളുടെ പ്രസംഗങ്ങൾ കേട്ടവരോട് പറയണം, ഇവർക്ക് ഗുരുതരമായ തെറ്റുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തിൽ വന്നു എന്ന് ജനങ്ങളോട് പറയണം. അത് പറയാൻ സുഹൃത്തുക്കളെ അങ്ങനെ ഒന്നില്ല. ഞങ്ങളെ തൗഹീദിൽ പിഴച്ചിട്ടില്ല, ഞങ്ങളുടെ സുന്നത്തിൽ പിഴച്ചിട്ടില്ല. അപ്പൊ സുഹൃത്തുക്കളെ, ഞങ്ങളെ പുറത്താക്കാൻ പറ്റിയ പുതിയൊരു തൗഹീദ് ഉണ്ടാക്കി. ഈ നാട്ടുകാരറിയണം, ഒരു പുതിയ തൗഹീദിനെ സൃഷ്ടിച്ചു. അതിന് പ്രത്യേകമായി ജമിയത്തുൽ ഉലമ കൂടി, പ്രത്യേകം ആളുകൾ കൂടി. എന്നിട്ട് സുഹൃത്തുക്കളെ, തൗഹീദിന്റെ മർമ്മത്തിൽ കൃത്രിമത്വം ചമച്ചു. അതിന്റെ വിശദീകരണങ്ങൾ അവിടെ നടക്കുന്നത്. ഇത് ഐക്യം പൊളിക്കാനുള്ള ചർച്ചയല്ല സുഹൃത്തുക്കളെ, ഐക്യപ്പെട്ടവരെ തെറ്റിക്കാനല്ല. തൗഹീദിന്റെ പേരിൽ ചിർക്ക് സംഭവിച്ചു എന്ന് പറഞ്ഞു. ഇത് ഞാൻ പറയില്ല, തെളിവ് നിങ്ങൾക്കറിയാം. അല്പം താടി നീണ്ടവൻ ഇമാമത്ത് നിൽക്കുമ്പോൾ ഇമാമിന്റെ മുഖത്തേക്ക് നോക്കി മുജാഹിദ് പള്ളിയിൽ നിന്നും മുജാഹിദുകൾ ഇറങ്ങിയോടി. ഇയാളെ ഇമാമത്തിന് പറ്റില്ല, ഇയാൾ ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനാണെന്ന് പറഞ്ഞു. ഞങ്ങളിപ്പോ എന്താ ചെയ്യണ ഒരു സുഹൃത്തുക്കളെ? എല്ലാവരും കൂടെ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരും തൗഹീദിൽ മായം ചേർത്തവരുമാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെയല്ലെന്ന് പറയുകയാണ്. സാധാരണക്കാർക്കത് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഞങ്ങൾ ഐക്യം പൊളിക്കുകയല്ല സുഹൃത്തുക്കളെ, ഞങ്ങൾ സ്നേഹത്തോടെ ചോദിക്കണം. നോക്കൂ, നിങ്ങൾ ആദർശത്തിന്റെ പേരിൽ ശത്രുതയുണ്ടെങ്കിൽ ഗുണകാംക്ഷയോടെ ഇരുന്ന് ആദർശം പറയാം എന്ന് മുജാഹിദുകൾ എക്കാലത്തും പറഞ്ഞതാണ്. അന്ന് സുഹൃത്തുക്കളെ കള്ളക്കേസ് കൊടുത്തും അങ്ങാടിയിൽ മൈക്ക വെച്ച് കുടുംബ പേര് വിളിച്ചും വ്യക്തികളുടെ ചരിത്രം പറഞ്ഞും അവഹേളിച്ചപ്പോൾ ആ അവഹേളനങ്ങളിൽ നിന്ന്, സംസാരങ്ങളിൽ നിന്ന് മാറി നിന്നവരാണ് ഞങ്ങൾ. പക്ഷേ സുഹൃത്തുക്കളെ, അത്തരം അലക്കലുകൾക്ക്, അത്തരം പ്രസംഗങ്ങൾക്ക് ഒരിക്കലും ഞങ്ങൾ അരികു നിന്നിട്ടില്ല. പക്ഷേ തൗഹീദിന്റെ മർമ്മത്തിൽ മാറ്റം വരുത്തി ഞങ്ങളെ മുശിരിക്കാക്കാൻ പുതിയ ആശയമുണ്ടാക്കിയപ്പോൾ അത് ഞങ്ങൾ വിശദീകരിച്ചു. അത് വിശദീകരിച്ചില്ലെങ്കിൽ സുഹൃത്തുക്കളെ പ്രശ്നമാണ്. നിങ്ങൾ ഒരു പക്ഷേ മാലിക് സലഫി പറഞ്ഞപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കണം സുഹൃത്തുക്കളെ, സിഹിർ തീരുമാനമായി എന്ന്. സിഹിർ ബാധിക്കുമോ ബാധിക്കില്ലയോ എന്ന് തീരുമാനമായി. ഞാൻ പറഞ്ഞ തീരുമാനമായി സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെയൊക്കെ രണ്ട് വിഭാഗങ്ങളുടെയും മുജാഹിദുകളുടെയും അനേകം നേതാക്കന്മാർ ഖബറിലേക്ക് ഇറങ്ങി കിടന്നില്ലേ സുഹൃത്തുക്കളെ? അവരെന്തിനാണ് ഇതുവരെ മീറ്റിംഗ് കൂടിയത്?
ആ മഹാരഥന്മാർ രോഗം പിടിച്ച് മരണപ്പെട്ടപ്പോൾ അവരെന്തിനാണ് സംഘടനയിൽ പ്രവർത്തിച്ചത്? അവരെന്തിനാണ് കോഴിക്കോടത്തെ സംസ്ഥാനാലയങ്ങളിൽ അവരെന്തിനാണ് മീറ്റിംഗ് കൂടിയത്? അറിയുമോ സുഹൃത്തുക്കളെ? ഇവിടുത്തെ സാധാരണക്കാരായ സുഹൃത്തുക്കൾ സിഹിർ ബാധിക്കുമെന്ന് വിശ്വസിച്ച് ശിർക്കിലായിരിക്കുന്നു ഈ മുജാഹിദുകൾ. അതുകൊണ്ട് നമ്മുടെ മുജാഹിദ് സുഹൃത്തുക്കളെ തൗഹീദ് തിരുത്തി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സുഹൃത്തുക്കളെ 10-14 കൊല്ലം ഇവിടെ പ്രഭാഷണങ്ങൾ നടന്നു. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് സിഹിർ ബാധിക്കുമെന്ന് വിശ്വസിക്കുന്നത് ശിർക്കല്ലെങ്കിൽ സുഹൃത്തുക്കളെ, ശിർക്കാരോപിച്ചവരുടെ പരലോകത്തെ അവസ്ഥ എന്താണ്? ശിർക്കാരോപിച്ചവരുടെ പരലോകത്തെ അവസ്ഥ എന്താണ്? അത് റിക്കാർഡിൽ ഉണ്ടാവില്ലേ? അത് ഏടിൽ വരില്ലേ? അത് പരലോകത്ത് കൊണ്ടുവരില്ലേ? ചോദ്യം ചെയ്യില്ലേ? സുഹൃത്തുക്കളെ, ജാമ്യം എടുത്തിരിക്കുന്നു. തിരുത്തെ തെളിവ് കണ്ടാൽ തിരുത്തും, തെളിവ് കണ്ടാൽ തിരുത്തും, ഇനിയും തെളിവ് കിട്ടിയാൽ തിരുത്തുമെന്ന് മഹാപണ്ഡിതന്മാർ വിശദീകരണം കൊടുക്കുമ്പോൾ സാധാരണക്കാരന്റെ മനസ്സ് ചോദിക്കുന്നു, അപ്പൊ ഇപ്പൊ പറയണിലും കുഴപ്പമുണ്ടോ? ഇനിയും തിരുത്താനുണ്ടോ എന്നാണ് അവർ ചിന്തിക്കുന്നത്. സുഹൃത്തുക്കളെ, മരിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ തിരുത്തണം. ഒരു ഭയവും വേണ്ട. ഞങ്ങളെ പ്രസംഗങ്ങൾ നിങ്ങൾ പേടിക്കേണ്ട. സംസ്കാരത്തിന്റെ പരിധി വിട്ട് ഒരു വാക്കും ഞങ്ങൾ പറയില്ല. ഞങ്ങൾ സുഹൃത്തുക്കളെ തിരിച്ചു പോകാനുള്ള ബസ് ഫെയർ പോലും വാങ്ങാതെ ഇവിടെ പ്രസംഗിക്കുന്നത്. എല്ലാ രഹസ്യങ്ങൾക്കും സാക്ഷിയായ അള്ളാഹു നിങ്ങളൊക്കെ റിക്കാർഡ് ചെയ്യുന്നതിനേക്കാളും ഞങ്ങളെ വാക്ക് റിക്കാർഡ് ചെയ്യുന്നുണ്ടെന്ന ബോധ്യത്തോടു കൂടെയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, തൗഹീദിന്റെ മർമ്മത്തിൽ ഇവിടെ പ്രശ്നമുണ്ട്. ആ പ്രശ്നം ആരാ പറഞ്ഞത് സുഹൃത്തുക്കളെ? ആരാ പറഞ്ഞത്? പട്ടിക്കാടത്തൊരു വലിയ മഹാസമ്മേളനത്തിൽ അവിടെ വെച്ചുകൊണ്ട് മുജാഹിദുകളുടെ തൗഹീദുകൾ പൊളിഞ്ഞു. ഇനി അവരൊരു വാദപ്രതിവാദത്തിന് തയ്യാറുണ്ടോ എന്ന് വെല്ലുവിളിച്ചപ്പോൾ നമ്മുടെ പൂർവികന്മാരായ നേതാക്കന്മാർ എന്നെല്ലാം തൗഹീദിനെതിരെ വെല്ലുവിളി വന്നു. അന്നൊക്കെ മുജാഹിദ് എന്ന് പറയുന്ന ഒരു നാമത്തോടുള്ള ചെറിയൊരു മനസ്സ് നിലക്ക് നമ്മുടെ മഹാരഥന്മാർ ആ വെല്ലുവിളി സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ മുജാഹിദുകൾ, തൗഹീദിന്റെ വക്താക്കൾ, ശിർക്കിന്റെ ലാഞ്ചന പോലും ഇല്ലാത്തവർ, ഏതു മഹാപണ്ഡിതന്റെ മുന്നിലും ഞങ്ങളുടെ തൗഹീദിന്റെ സത്യത ക്ലാരിറ്റിയോടുകൂടെ പറയാൻ കഴിയുന്ന ഞങ്ങൾ ആ വെല്ലുവിളി സ്വീകരിച്ചിരിക്കുകയാണ്. ഞങ്ങൾ റെഡി എന്ന് സുഹൃത്തുക്കളെ. അത് 100% ബോധ്യമുള്ളത് കൊണ്ടാണ്, 100% ബോധ്യമുള്ളത് കൊണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞങ്ങളെ പുറത്താക്കാൻ മുജാഹിദ് പ്രസ്ഥാനം പിളർന്നപ്പോൾ ഒരു കൂട്ടരുടെ പേരിൽ മൻഹജ പറഞ്ഞപ്പോൾ മറ്റൊരു കൂട്ടരുടെ പേരിൽ ശിർക്ക് സംഭവിച്ചു എന്ന് 14 കൊല്ലം ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. തൗഹീദിൽ എന്തോ ചെറിയ സുഹൃത്തുക്കളെ ചർച്ചകളിവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോളി. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് അവസാനം ഭാര്യയോ മക്കളോ അടുത്തിരുന്ന് ചൊല്ലിത്തരുമ്പോൾ അർത്ഥമറിഞ്ഞും ആശയം ഉൾക്കൊണ്ടും ചൊല്ലാൻ ഇവിടെ നിന്ന് ഈ പ്രസംഗം കേട്ടോളിയും. ഞങ്ങൾ ഐക്യം പൊളിക്കാനല്ല, തൗഹീദിന്റെ മർമ്മത്തിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചപ്പോൾ സാധാരണക്കാർക്ക് തൗഹീദിന്റെ മർമ്മം പറഞ്ഞു കൊടുക്കാൻ. അതിനാണ് ഈ യോഗം. കേൾക്കണോൽ തീരുമാനിക്കരുത്. നമ്മൾ പറയും എന്തിനാ വെച്ചതെന്ന് സുഹൃത്തുക്കളെ. മുഴുവൻ കേട്ടോന് കേട്ടു പോകുമ്പോൾ മനസ്സിലാവും. സുഹൃത്തുക്കളെ, വേറൊരു പ്രശ്നമുണ്ട്. അമാനിമോലിന്റെ പരിഭാഷയിൽ മുജാഹിദുകളായ നിങ്ങളൊന്ന് വീട്ടിൽ പോയിട്ട് വായിക്കണം. സുഹൃത്തുക്കളെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം പറയുന്നതിൽ ഒരു ശൈലിയുണ്ട്. എന്താ അറിയോ? ഒരു തഫ്സീർ ഇവിടെ തഫ്സീർ ഇല്ലാഞ്ഞിട്ടല്ല സുഹൃത്തുക്കളെ. ഇവിടെ ചേകനൂർ മൗലവിയും അതേപോലെ തന്നെ സി.എൻ. അഹമ്മദ് മൗലവിയും വ്യക്തമായ അഹ്ലുസുന്നയുടെയും ഹദീസിന്റെയും ആശയങ്ങൾക്കെതിരെ മലയാളികളെ മലയാളത്തിൽ ചിലത് പഠിപ്പിച്ചപ്പോൾ അവിടെ പരലോകം നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ട് സുഹൃത്തുക്കളെ, കമ്പ്യൂട്ടറുകളോ ആധുനിക സൗകര്യങ്ങളോ ഇല്ലാത്ത സന്ദർഭത്തിൽ അമാനി മൗലവി തൻ്റെ ചെറിയ ആ വീട്ടിൽ പതിഞ്ഞിരുന്നു കൊണ്ട് ആ പരിഭാഷകൾ പൂർത്തിയാക്കി കൊടുത്തു. അത് വായിക്കുമ്പോഴേൽ ചില കുറിപ്പുകൾ ഉണ്ടാവും. ആ കുറിപ്പ് എന്തിനെ കുറിച്ചാണ് സുഹൃത്തുക്കളെ? എന്തിനെ കുറിച്ചാണ് ആ കുറിപ്പ്? ഖബർ ശിക്ഷയെ കുറിച്ച്. സൂറത്ത് നംലിൽ അതേപോലെ തന്നെ മറ്റുള്ള വിശദീകരണങ്ങളെ കുറിച്ച് ഓരോന്നിലും ഓരോ കുറിപ്പുണ്ട്. അതാണ് ഈ മുജാഹിദ് കേരളത്തിൽ ഹദീസിനെതിരായ ചില ധാരണകൾ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അത് തിരുത്താനാണ് അമാനി മൗലിയുടെ പരിഭാഷ എഴുതിയത്. സുഹൃത്തുക്കളെ, ഞങ്ങൾക്കും ഒന്ന് പറയാണ്ട്. ഇവിടെ ചില മുജാഹിദുകളുടെ പേരിൽ ചില ആശയങ്ങൾ പറഞ്ഞപ്പോൾ ആ ആശയങ്ങൾ അപകടകരമാണെന്ന് ഞങ്ങൾ മാത്രമല്ല, ഇവിടെ ഹദീസുകളെ കുറിച്ച് അറിയുന്ന എല്ലാവരും പറഞ്ഞു. അത്തരം പറഞ്ഞ അപകടവാദങ്ങൾ സുഹൃത്തുക്കളെ തിരുത്തിയോ തിരുത്തിയില്ലയോ എന്ന് പുതിയ ഒരൈക്യം വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായില്ല. സത്യമായും ഞങ്ങൾക്ക് മനസ്സിലായില്ല.
എങ്കിൽ ഞങ്ങളെ കൂടെ അനേക കാലമുണ്ടായിരുന്ന കേരള നെതുവത്തുൽ മുജാഹിദിലെ സുഹൃത്തുക്കൾ, ഞങ്ങളുടെ വാപ്പമാർ, അമ്മോശന്മാർ, ഞങ്ങളുടെ ജ്യേഷ്ഠന്മാർ, അവരെ സുഹൃത്തുക്കളെ ഞങ്ങൾ ഇതുവരെ എതിർത്ത ഹദീസിനെതിരായി പറഞ്ഞ ആശയങ്ങളിലേക്കാണ് അവരെ കൊണ്ടുപോകുന്നതെങ്കിൽ അത് സമ്മതിക്കാൻ ഞങ്ങൾക്ക് കുറഞ്ഞൊരു വേദന ഉണ്ട്. കാരണം സുഹൃത്തുക്കളെ, ആ ആശയം ഇവിടെ വരാൻ പറ്റൂല. മുമ്പൊക്കെ ഒറ്റപ്പെട്ട വ്യക്തികളായിരുന്നു, ഇന്നത് സംഘടനകളായി അത്തരം ആശയങ്ങളുടെ വക്താക്കൾ വരാതിരിക്കണമെങ്കിൽ ഇത് പരസ്യമായി പറഞ്ഞു കൊടുത്തേ പറ്റൂ. ഇപ്പൊ വിശദീകരണം നടത്തോടത്തുനിന്ന് മുജാഹിദീങ്ങൾ ചോദിക്കുകയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞീനോ, ഇങ്ങനെയൊക്കെ ഒരു വാദമുണ്ടോ, ഇതൊക്കെ ഔദ്യോഗിക മാസികയിൽ തന്നെ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ എഴുതുന്നുണ്ടോ, കഴിഞ്ഞ ലക്കത്തിൽ അവരെ ലേഖനമുണ്ടോ, അതിന്റെ മുന്നത്തെ ലക്കത്തിൽ അവരെ ലേഖനമുണ്ടോ എന്നൊക്കെ സാധാരണക്കാർ ചോദിക്കുന്നു. സുഹൃത്തുക്കൾ, ഇത് വിശ്വാസത്തിൻ്റെയും ഈമാനിൻ്റെയും ഒക്കെ അടിസ്ഥാന പ്രശ്നങ്ങളാണ്. ആ അടിസ്ഥാന പ്രശ്നങ്ങളിൽ പിഴവ് പറ്റിയാൽ നാളെ നമ്മുടെ പരലോകം നഷ്ടപ്പെട്ടു പോകുമെന്ന വേദനയാണ് ഇത് വിശദീകരിക്കുന്നതിൻ്റെ പിന്നിലുള്ളത് എന്ന് മനസ്സിലാക്കുക. സുഹൃത്തുക്കളെ, അധികം വൈകാതെ നമുക്കെല്ലാവർക്കും ഈ സത്യങ്ങൾ മനസ്സിലായാൽ നമ്മളെല്ലാവരും ഒന്നാകും. ഒന്നാകാൻ സുഹൃത്തുക്കളെ ഒരു പ്രശ്നമല്ല. ഒരു മനസ്സുകൊണ്ട് നന്നാകാത്ത രണ്ടാളെ വിളിച്ച് ഒന്ന് പറഞ്ഞൊന്നും നന്നാക്കാതെ കയ്യിന് പിടിക്കലാറിഞ്ഞാൽ കയ്യിന് പിടിച്ചാൽ നന്നാകും. സുഹൃത്തുക്കളെ, കൈ പിടിക്കുമ്പോൾ അവിടെ മനസ്സിലുള്ളതെല്ലാം പറഞ്ഞു തീർക്കണം. ആ പറഞ്ഞു തീർക്കാനുള്ള മാർഗം എന്തുള്ളവരെങ്കിൽ ഓരോ സംഗതിയിലും ഖുർആനിലും ഹദീസിലും എന്തുണ്ടോ അത് പറഞ്ഞു കൊടുക്കുക. അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം സത്യം ഏതാണെന്ന് ആളുകൾക്ക് മനസ്സിലാകും. സത്യവും അസത്യവും വേർതിരിച്ചറിയും. സത്യത്തെ എല്ലാവരും, സ്വഹാബത്തിന്റെ മാർഗത്തെ, മൻഹജു സലഫിനെ, ഖുർആനെ, ഹദീസിനെ എല്ലാവരും സ്വീകരിക്കുമ്പോൾ ഇവിടെ 2 മുജാഹിദില്ല, 3 മുജാഹിദില്ല, 4 മുജാഹിദില്ല. മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, വിശാലമായ ഐക്യം. എല്ലാവരും സഹാബത്തിന്റെ മാർഗത്തിലേക്ക് മടങ്ങി, തൗഹീദിലേക്ക് മടങ്ങി വിശാലമായ ഒരു ഐക്യം സാധ്യമാകും. സുഹൃത്തുക്കളെ, ദീനിൻ്റെ എല്ലാ വശങ്ങളെയും ശരിക്കും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തും നമ്മളത് പഠിച്ചും നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുവാനുള്ള ഒരു പരിശ്രമമാണ് നമ്മുടെ ഈ കൂട്ടായ്മ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇസ്ലാമിൻ്റെ ഷിആറുകളെ ശരിയായ രൂപത്തിൽ പാലിക്കുവാനും ഇസ്ലാമിക് മര്യാദകളും നമ്മുടെ കുടുംബങ്ങളിലും വീടുകളിലും എല്ലാം എത്തിച്ചു കൊടുക്കുവാനും എല്ലാവരെയും ഇസ്ലാമിൻ്റെ ആദർശങ്ങളെയും വിശദീകരണങ്ങളെയും ശരിയായ രൂപത്തിൽ എത്തിക്കുവാനും സർവ്വതലങ്ങളിലും നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ എല്ലാ വീട്ടിലും ഒരു ലഘുലേഖയെങ്കിലും എത്തിക്കണമെന്ന പ്രവർത്തനം സുഹൃത്തുക്കളെ ഇന്നും ഇന്നലെയും എല്ലാം വിശാലമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഇസ്ലാമിൻ്റെ ആദർശം എത്തിച്ചു കൊടുക്കുവാനുള്ള പീസ് റേഡിയോ അത് നിങ്ങൾ ഉപയോഗിക്കണം. 600 ദിവസത്തിലധികമായി 5 മിനിറ്റ് പ്രഭാഷണം ഒരു ദിവസം പോലും മുടങ്ങാതെ വാട്സപ്പിലൂടെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നു. അൽഹംദുലില്ലാഹ്, ഒരു 4-5 കൊല്ലങ്ങൾ കഴിഞ്ഞാൽ കേരളത്തിലെ ഓരോ പ്രദേശങ്ങളിലും ശരിയായ മൻഹജനുസരിച്ചും ദീനനുസരിച്ചും ശരിക്കും ദീൻ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കുട്ടികളെ വാർത്തെടുക്കുന്ന ജാമിഅത്തുൽ ഹിന്ദ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അതിൻ്റെ പഠനത്തിലേക്കും അതിൻ്റെ പുരോഗതിയിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശാന്തമെങ്കിലും സുഹൃത്തുക്കളെ, നല്ല ആദർശബോധമുള്ള ഒരു മുജാഹിദ് തലമുറയെ വാർത്തെടുക്കുവാനുള്ള ഈ വിനീതരായ സാധുക്കളായ ഞങ്ങളുടെ ശ്രമങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. ആളുകൾ പറയുന്ന ആരോപണങ്ങളും തെറ്റിദ്ധാരണകളും അതുപോലെ വിശ്വസിക്കരുതേ ആളുകളെ. ഞങ്ങളുടെ പ്രസംഗങ്ങളെ നിങ്ങൾ കേൾക്കണം, ഞങ്ങളുടെ പ്രഭാഷണങ്ങളെ നിങ്ങൾ കേൾക്കണം, ഞങ്ങളുടെ പീസ് റേഡിയോ നിങ്ങൾ കേൾക്കണം, ഇവിടെ നടത്താൻ പോകുന്ന വിശദീകരണങ്ങൾ നിങ്ങൾ കേൾക്കണം. നിങ്ങളുടെ സംശയങ്ങളെ മാന്യമായും പക്വമായും നിങ്ങൾ ചോദിക്കണം, മറുപടികൾ കണ്ടെത്തണം. നാളെ പരലോകത്തൊരു വിജയം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതിലപ്പുറം ഒന്നും സുഹൃത്തുക്കളെ ആഗ്രഹിക്കുന്നില്ല. ഞാൻ സംസാരിക്കുന്നില്ല. ഇവിടെ വിഷയത്തിൻ്റെ അവതരണങ്ങളും സംശയ നിവാരണങ്ങൾക്കുമുള്ള സമയമാണ് ഇനിയുള്ളത്. നിങ്ങളത് ശരിക്കും ഉപയോഗപ്പെടുത്തുമെന്നാണ് വിശ്വസിക്കുന്നത്. എന്തായിരുന്നാലും ഈ അരീക്കോട് പ്രദേശത്ത് ഇത്തരമൊരു ദീനിയായ വിശദീകരണം അതാരും നടത്തട്ടെ, അത് കേൾക്കണം, അത് മനസ്സിലാക്കണം എന്ന മനസ്സ് ഈ നാട്ടിലെ അനവധി ആളുകൾ കാണിച്ചു എന്നത് സുഹൃത്തുക്കളെ നമുക്ക് ദീൻ ആളുകളിലേക്ക് എത്തിക്കുവാനുള്ള ഒരു പ്രോത്സാഹനമാണ്. ആ പ്രോത്സാഹനം ഈ പരിപാടിയുടെ അവസാനം വരെയും നിങ്ങളുടെ മഹത്തായ സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സ്ഥല പരിമിതികളുണ്ട്. ഏതൊരു പരിപാടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നൊരു പ്രശ്നമാണത്. സ്വാഭാവികമായും കുറച്ച് പ്രായമായവരോ ബുദ്ധിമുട്ടുള്ള അവർക്ക് നമ്മൾ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുകയും അവരിരുത്തുകയും ബാക്കിയുള്ള ആളുകൾ പരിപാടി സൗകര്യമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ശാന്തമായി കേൾക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തണം. ബോധപൂർവം സുഹൃത്തുക്കളെ, ഒരു സത്യത്തെയും വക്രമാക്കാനോ അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യത്തെയും വളച്ചൊടിക്കാനോ നമ്മൾ ശ്രമിക്കുന്നില്ല. സത്യം ജനങ്ങൾക്ക് ശരിയായ രൂപത്തിൽ പറഞ്ഞു കൊടുക്കലാണ് ലക്ഷ്യം. സ്വർഗം അതാണ് ആത്മാർത്ഥമായി നമ്മൾ ആഗ്രഹിക്കുന്നത്. നരകമോചനമാണ് നമ്മളെല്ലാവരും
തേടുന്നത് ഈ സത്യം ജനങ്ങളിലേക്ക് എത്തിക്കുവാനും അത് ശരിയായി ഉൾക്കൊള്ളുവാനും അങ്ങനെ അള്ളാഹുവിൻ്റെ വിശാലമായ സ്വർഗ്ഗത്തിലെത്തുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളത് വന്നുപോയ തെറ്റുകളെ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ